ഓറിയന്റലിസ്റ്റുകാർ ആരാണവർ? ഓറിയന്റലിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തകർത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പണ്ട് തന്നെ ജൂത ക്രിസ്ത്യാനികള് ലോകത്തിൽ അവരിൽ നിന്നുള്ള പണ്ഡിതന്മാരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മതത്തെ ആഴത്തിലിറങ്ങി പഠിച്ചിട്ട് നമ്മുടെ മതത്തെ തകർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിൽപ്പെട്ടതാണ് ഒരു പ്രത്യേക വകുപ്പ്. ആ വകുപ്പ് എന്താണ്? അവരുടെ നാടാകുന്ന പടിഞ്ഞാറൻ ഭാഗത്തിൽ നിന്നിട്ട് നമ്മുടെ നാടാകുന്ന കിഴക്ക് ഭാഗമാകുന്ന മുസ്ലിങ്ങളുടെ, നബിമാരുടെ, ദൂതന്മാരുടെ, നമ്മുടെ ദൂതർ വന്ന ഈ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ച് ഇവരുടെ ഇൽമ് ശേഖരിക്കാൻ ഇസ്തിഷ്റാഖ് എന്ന് പറഞ്ഞാൽ ഓറിയന്റലിസം, കിഴക്കല്ല ഷർക്ക്, കിഴക്കേ ഭാഗത്തിൽ ജീവിക്കുന്നവരുടെ വിജ്ഞാനം ശേഖരിക്കണം, അവരെക്കുറിച്ച് പഠനം നടത്തണം എന്ന ലക്ഷ്യം വെച്ച് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ച വിഭാഗം. അവര് പണ്ടേ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നിട്ട് വളരെ തുച്ഛം പേര് മാത്രമാണ് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയവര്. അതെ, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തകർത്താൻ വേണ്ടി എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇസ്ലാമിനെ കുറിച്ച് നല്ല വിശ്വാസമുണ്ടായി. ഇസ്ലാമിൽ കടന്നു വന്നവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരധികവും ചെയ്തത് ഇസ്ലാമിനെ തള്ളിപ്പറയലാണ്. ആ തള്ളിപ്പറയുന്ന സ്വഭാവത്തിൽ പെട്ടവരാണ് ലോകത്തിൽ എവിടെയും അഖലാനിയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏത് അനിസ്ലാമിക ചിന്താഗതിയുടെ പേരിലോ എവിടെ ആര് പുസ്തകങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നതായ തത്വങ്ങൾ, ചിന്താഗതികൾ എവിടുന്ന് ഉടലെടുത്തു എന്ന് പരിശോധിച്ചാൽ ലോക ക്രിസ്തീയ ജൂത വിഭാഗം സൃഷ്ടിച്ചു വിട്ടതായ ഓറിയന്റലിസ്റ്റുകാരുടെ പ്രവർത്തനം ആണ്. ഇത് മനസ്സിലാക്കി വെക്കണം. മനസ്സിലായില്ലേ? ആ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ നാട്ടിൽ ജിന്ന് നിഷേധിക്കുന്നത്, മാരണം നിഷേധിക്കുന്നവർ മാരണം നിഷേധിക്കുന്നത്. അതുപോലെ ഏത് ചെറുതും വലുതുമായ ഏത് പാളിച്ചകൾ പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ പിന്നിലെല്ലാം വർക്ക് ചെയ്യുന്നവർ ഓറിയന്റലിസ്റ്റുകാരാണ്. അവരുടെ ഗ്രന്ഥങ്ങളാണ്, അവരുടെ തത്വങ്ങളാണ്, അവരുടെ പ്രവർത്തനങ്ങളാണ്. ആദ്യമായിട്ട് ലോകത്തിൽ നമ്മുടെ ഖുർആനിനെ അച്ചടിച്ചത് അവരാണ്. ആദ്യമായിട്ട് ലോകത്തിൽ നമ്മുടെ ഖുർആനിനെ പരിഭാഷപ്പെടുത്തിയവർ അവരാണ്. പിന്നെ അതിനപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അവരുടെ ലക്ഷ്യം ഈ ഖുർആൻ പ്രചരിപ്പിക്കലല്ല. ഈ ഖുർആൻ ലോകാത്ഭുത ഗ്രന്ഥമാണ് എന്നത് അത് പഠിച്ചപ്പോൾ മനസ്സിലായത് കൊണ്ട് തന്നെ പേടിച്ചു, ഞെട്ടി. لو تكفرون كما كفروا فتكونون سواء ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم. ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഒരിക്കലും നിങ്ങളെ കൊണ്ട് പ്രീതി അടയുക തന്നെ ഇല്ല, നിങ്ങൾ അവരുടെ മതത്തെ പിൻപറ്റുന്നത് വരെ. ഖുർആൻ നിങ്ങൾ അവരുടെ മതത്തെ പിൻപറ്റുന്നത് വരെ നിങ്ങളെ കൊണ്ട് അവർ പ്രീതി അടയുക തന്നെ ഇല്ല. മുസ്ലിങ്ങളെ അവരുടെ ആഗ്രഹം അവർ സത്യനിഷേധികളായതുപോലെ നിങ്ങളും സത്യനിഷേധികളാവണം എന്നതാണ്. എത്ര ക്ലിയർ! ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകാത്ഭുത ഗ്രന്ഥത്തിൽ ഇതൊക്കെ അവിടെ വിശദമായിട്ട് കാണുന്നുണ്ട്. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന. രണ്ട് വിഭാഗം. ഏത്? ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന. അഹ്ലി കിതാബികളായ ജൂത ക്രിസ്തീയ വിഭാഗമാകുന്ന ആ വിഭാഗം കാഫിരീങ്ങൾ. അല്ലാഹു അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? കാഫിരീങ്ങൾ. അവർ കാഫിരീങ്ങളാണ്. അതുകൊണ്ട് ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് പിടിച്ചിട്ട് ഒരാൾ ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ അദ്ദേഹത്തിന് ഏകദൈവവിശ്വാസിയായാൽ മതി, യേശു ക്രിസ്തുവിനെ പൂജിക്കാതിരുന്നാൽ മതി, അവർ പറയുന്ന ഭാഷയിൽ ഈസ നബിയെ പൂജിക്കാതിരുന്നാൽ മതി, അദ്ദേഹം മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന ആയത്ത് ഓതിയിട്ട് അർത്ഥം വെക്കാറുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ കുത്തില മുവഹദ, ഒരു പരിപൂർണ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ചിന്താഗതികളാണ് എന്നല്ലാതെ ഏതെങ്കിലും ഒരു ആയത്തല്ല ഇസ്ലാമിൻ്റെ നിയമം. ഏതെങ്കിലും ഒരു പേജൽ മാത്രമല്ല, അതിൽ മാത്രം പരിമിതമല്ല. ഖുർആനിലൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അങ്ങും ഇങ്ങും തിരിഞ്ഞും മറിഞ്ഞും നോക്കണം. അതിനുള്ള കഴിവുകൾപ്പുള്ളവർക്കേ അതിൽ വിധി പറയാൻ അവകാശമുള്ളൂ.
അല്ലാത്തവർക്ക് അവകാശമില്ല. ഇല്ലെങ്കിലോ വ്യഭിചരിച്ച പെണ്ണുങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഖുർആനിൽ ആയത്തുണ്ട്, സൂറത്തുൻ നിസായിലല്ലേ, അല്ലേ? അതും പിടിച്ചിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? വ്യഭിചരിച്ച പെണ്ണ് പുരുഷൻ ആരായിരുന്നാലും അവര് കല്യാണം കഴിച്ചവരാണെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും അവർ വ്യഭിചരിച്ചു എന്ന് ഇസ്ലാമിക കോർട്ടിൽ തെളിയിക്കപ്പെടുകയും ചെയ്താൽ എന്താണ് ഖുർആൻ പറയുന്നത്? ഇസ്ലാം പറയുന്നത് അവരെ എറിഞ്ഞു കൊല്ലണം. ആ വിധിയാണ് പിന്നെ തീരുമാനിക്കപ്പെടേണ്ടത്. അപ്പോൾ ആദ്യത്തെ നിയമത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടാമത്തെ നിയമം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു ഖുർആനിൽ ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾ വേറെ തന്നെ, ഇത് ബഹുദൈവ വിശ്വാസികളായ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളെ പോലത്തെ ബിംബാരാധകന്മാർ, അവരും കാഫിരീങ്ങൾ. അതുപോലെ തന്നെ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കാത്തവരായ തൗറാത്തിന്റെ ഉടമകളും ഇഞ്ചീലിന്റെ ഉടമകളും കാഫിരീങ്ങൾ. ഖുർആൻ എപ്പോൾ അവർ കാഫിരീങ്ങൾ? ഖുർആൻ വന്ന ശേഷം അവർ കാഫിരീങ്ങൾ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഓറിയന്റലിസ്റ്റുകാർ ശിക്ഷിച്ചു വിട്ട ചിന്താഗതികളിൽപ്പെട്ടതാണ് എന്ത്? കവർച്ച സംഘമായിരുന്നു മുഹമ്മദും കൂട്ടരും. ഒരു കവർച്ച സംഘം, വഴിയിൽ ഇങ്ങനെ ഇരിക്കുക, പോകുന്നവരുടെയും വരുന്നവരെയും ചരക്കന്വേഷിച്ച് അടക്കുക, എന്നിട്ട് അത് ചൂഷണം നടത്തുക. ഇതാണ് മൂപ്പരുടെ പരിപാടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അങ്ങനെ തന്നെയാണ് എവിടെയും നാം കാണാറുള്ളത്. മുസ്ലിങ്ങൾ എവിടെയും പീഡിക്കപ്പെടുന്ന, മുസ്ലിങ്ങൾ എവിടെയും ആക്രമിക്കപ്പെടുന്ന നാടുകൾ പരിശോധിച്ച് നോക്കുക. എന്താണ് നമുക്ക് മറുപടി കിട്ടാറുള്ളത്? യൂറോപ്പികൾ ആഫ്രിക്കൻസിനെ പിടിച്ച് അടിമ വേല ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരെ കൊല്ലാനും അവരുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങാത്തവരെ വധിക്കാനും വേണ്ടി പാടുപെട്ടതിനെ കുറിച്ച് അവർ പറഞ്ഞ വാർത്തകൾ അവരുടെ ഹിസ്റ്ററിയിൽ കയറി കൂടിയിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻസിനെ, കറുത്തവനെ വെളുത്തവൻ അറക്കാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് മൂപ്പര് പറയാണ് മൂപ്പരുടെ കൂട്ടുകാരോട്, എന്തൊരു ക്രൂരന്മാരാണ് കറുത്തവര്, എന്താ ഞാൻ അവനെ അറക്കുന്ന വേള എന്നെ കടിച്ചു കളഞ്ഞു, ഞാൻ അവനെ അർത്ഥപ്പളനെ പിടിച്ച് കടിച്ചു കളഞ്ഞു. ഇവൻ അറക്കുന്നത് ദ്രോഹമല്ല, ആ കടിച്ചതാ ദ്രോഹം. മനസ്സിലായില്ലേ? ഇത് പണ്ടേയുള്ള സ്വഭാവമാണ്. ഇത് പുത്തനല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താ ഇവിടെ സംഭവിക്കുന്നത്? നാടില്ല, വീടില്ല. മക്കയിൽ ജീവിച്ചവരായ സഹാബാക്കൾക്ക് നാടില്ല, വീടില്ല, കൂട്ടുകാരില്ല, കുടുംബമില്ല, സന്താനമില്ല, സമ്പത്തില്ല. അവരുടെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് വരുന്ന വേളയിൽ വഴിമധ്യേ അവര് കാവൽക്കാരായി ചെക്ക് പോസ്റ്റ് നിർണയിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുകയാണ്. വല്ലരും ഹിജ്റ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ഈ രൂപത്തിലാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അതുകൊണ്ടാണ് റസൂലുള്ളയും അബൂബക്കറും ഒളിച്ചവിടെ നിന്ന് ഓടേണ്ടതായ ചുറ്റുപാട് അള്ളാഹു ഉണ്ടാക്കിയത്. മുസ്ലിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നതാണ് ഈ രൂപത്തിലുള്ളതായ പരീക്ഷണം എന്നത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഖത്ലുംറിഇൻ ഫീ ഗാബത്തിൻ മസ്അലത്തുൻ. ഖത്ലുംറിഇൻ എന്താ പദ്യം അറിയില്ല. قتل امرئ في غابة قضية لا يغتفر وقتل شعب كامل مسألة فيها نظر എന്നൊരു കവി പാടിയിരുന്നു. ഓർമ്മയിൽ വന്നു. സമയം പിടിക്കുന്ന അത്രയേ ഉള്ളൂ. പഴയ പട്ടികയാണ് ഇത്. ഒരു മനുഷ്യൻ കാട്ടിൽ വെച്ചിട്ട് കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളെ പിടിച്ചു കൊന്നാൽ അത് ഏതെങ്കിലും വെളുത്തവന്റെ മൃഗമാണെങ്കിൽ അത് കോർട്ടിലേക്കെത്തും കേസ്. നായയെ കൊന്നത് കോർട്ടിലേക്ക് എത്തിയ പ്രശ്നങ്ങൾ എത്രയുണ്ടായി അവരുടെ നാട്ടിൽ. കാരണം അവരെ പോലെ തന്നെയാണ്, രണ്ട് വ്യത്യാസമില്ലല്ലോ. മനസ്സിലായില്ലേ? എത്ര അങ്ങനെയുള്ള കേസുകൾ കോർട്ടിലേക്ക് എത്തി. അതേ സമയത്ത് അത് കോർട്ടിലേക്ക് എത്തുന്ന വിഷയമാണ് എന്നാണ്. മനസ്സിലായില്ലേ? ഒരു സമൂഹമാസകലം കൊല്ലപ്പെടുക, കൂട്ടക്കൊല നടക്കുക, അത് ഐക്യരാഷ്ട്രസഭയിലേക്ക് എത്തിയാൽ മസ്അലത്തും ഫീഹാ നദർ, ചിന്തിക്കേണ്ടതുണ്ട്, പഠനം നടത്തേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത് ചർച്ചയിൽ അങ്ങനെയാണ്. അത് പഴയ സ്വഭാവമാണ്, പുത്തനല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ വിഷയമല്ല.